The Real FM 103.6. ശ്രദ്ധ. സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം ഏറെ മുന്നോട്ടു പോയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കോഴിക്കോടിനും മലപ്പുറത്തിനുമിടയിൽ പന്തീരങ്കാവിൽ പുതിയ ഒരു ടോൾ പ്ലാസ ഉടൻ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടോൾ പ്ലാസയോടനുബന്ധിച്ച് യാത്രക്കാർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് സഹായം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ മറ്റ് നിരവധി പ്രത്യേകതകളും പണി പൂർത്തിയാവുന്നതോടെ പുതിയ ഹൈവേയിൽ പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം ഇനിയും പരിഹരിക്കപ്പെടാൻ ബാക്കി നിൽക്കുന്ന ചില പ്രശ്നങ്ങളും ഉണ്ടെന്ന വസ്തുതയും മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ശ്രദ്ധ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത KMC കൺസ്ട്രക്ഷൻ കമ്പനി വക്താവ് അനന്തൻ മണക്കടവ് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ടോൾ പ്ലാസയിൽ ഇപ്പം പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വരുന്നവർക്കൊക്കെ ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട്. വരുന്നവർക്കൊക്കെ വന്നിട്ട് പാർക്കിംഗ് ചെയ്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ പോവാം. പിന്നെ ആംബുലൻസ് ഉണ്ട്, നമുക്ക് കാര്യമായിട്ടുള്ള 2 ആംബുലൻസ് ഉണ്ട് 2 ഭാഗത്തേക്കായിട്ട്. അതായത് ഒരു ഭാഗം രാമനാട്ടായിരിക്കും, ഒരു ഭാഗം വെങ്ങളം വരയ്ക്കും. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിന് അവിടെ കൊണ്ടുപോകാനും പിന്നെ അതിനനുസരിച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. കൂടെ അതിനുള്ള എല്ലാ സർവീസും ഉണ്ടാവും അതിനകത്ത്. അത്യാവശ്യം നന്നാക്കി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നന്നാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്രെയിൻ ഉണ്ട്, അത്യാവശ്യം പെട്ടെന്ന് എവിടെയെങ്കിലും പൊക്കി സൈഡാക്കി വെക്കാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമായിട്ട് ക്യാമറ സർവീസ് ഉണ്ട്. ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏത് സ്പോട്ടിലും എല്ലാ സ്പോട്ടും നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാമറയിൽ വരും. ക്യാമറ അത് നമ്മുടെ ആംബുലൻസിന് സെറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യമായിട്ടുള്ള എല്ലാ സർവീസും ഉണ്ട് അതിനകത്ത്. കുടിവെള്ളം ഉണ്ട്, 2 ഭാഗത്തും കുടിവെള്ളം ആവശ്യത്തിന് നമ്മൾ വെച്ച് വലിയ മെഷീൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തണുത്ത വെള്ളം കിട്ടും, മറ്റേതും കിട്ടും. പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, ഒരു ഡോക്ടറും ഒരു നഴ്സും ഉണ്ടാവും 24 hours. അത്യാവശ്യം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഡോക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ബൈപ്പാസിന്റെ മുകളിൽ എക്സിറ്റ് 500 മീറ്ററിന് എക്സിറ്റ് ഉണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. എക്സിറ്റ് എൻട്രി ഉണ്ട്. കാര്യമായിട്ട് നമുക്ക് എല്ലായിടത്തും പോകാനും ഇറങ്ങാനും കയറാനുള്ള എക്സിറ്റ് എൻട്രി ഉണ്ട്. 3 ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. നടക്കാവിലൊന്നുണ്ട്, സ്കൂളായിട്ടുള്ള ബന്ധപ്പെട്ട് അവിടേക്ക് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ പാറമൽ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമ്മുടെ രാമനാട്ട് സ്കൂളിന്റെ അടുത്തുണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ആയിട്ട്. നടക്കാവിലുള്ള റെഡിയായി, ഉടൻ നടക്കാവ്. പാറമല് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഈ മാസം അവസാനമാകുമ്പോഴേക്കും അത് ശരിയാവും. സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ 80% കഴിഞ്ഞു. ഇനി ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് വീതി കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അത് പുതിയ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാം റെഡിയാകും. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ പഞ്ചായത്തിലാണ് നിർദ്ദിഷ്ട ടോൾ പ്ലാസ സ്ഥാപിക്കപ്പെടുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് P. സാരുതി സംസാരിക്കുന്നു. നിലവിൽ അവിടെ ആംബുലൻസും മറ്റു സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ വിഷയം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ സ്ലിപ്പ് റോഡിന്റെ വീതി കുറവാണ് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റോഡിന് ചില സ്ഥലം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതുമാണ് അവിടുത്തെ വിഷയങ്ങളായിട്ടുള്ളത്. അപ്പൊ അതുകൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റു സജ്ജീകരണങ്ങളും ടോൾ പ്ലാസന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സ്ലിപ്പ് റോഡിന്റെ വീതി കുറവാണെന്നുള്ളതും അതുപോലെ തന്നെ ഈ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാത്ത ഒരു പ്രശ്നവും ആ ഭാഗത്തൊക്കെ ഉണ്ട്. അതായത് മാട്രിയ ഹോസ്പിറ്റലിന് ശേഷമുള്ളത്. വരുന്ന ദിവസം നമ്മൾ അതിന് സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയും കൂടി ചെയ്യാണ്. 3-ാം തീയതി സമരം നടക്കുകയാണ്. അവിടെ സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അതായത് ഇരിങ്ങല്ലൂർ പ്രദേശത്തുള്ള ആൾക്ക് പാലാഴി ഭാഗത്തേക്ക് അങ്ങോട്ട് പോവാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടും പാടിയായിട്ട് അങ്ങനത്തെ വിഷയങ്ങളും കൂടെ ഉണ്ട്. മേഖലയിൽ ഇനി ശ്രദ്ധ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പന്തീരങ്കാവ് സൗത്ത് വാർഡ് മെമ്പർ ധനേഷ് കുമാർ ശ്രദ്ധയോട്. ഈ പന്തീരങ്കാവ് ബൈപ്പാസിന്റെ ടോൾ പ്ലാസയും അതായത് ബൈപ്പാസിന്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് റോഡ് മൊത്തമായിട്ട് പൂർണ്ണമായി വരുന്ന അവസ്ഥയുള്ളൂ ഇപ്പൊ ഇതിൽ വരുന്നത്. പിന്നെ അത് കൂടാതെ ഈ ടോൾ പ്ലാസന്റെ ഫീസ് ഒന്ന് കുറച്ച് കുറയ്ക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. കൂടാതെ പെട്ടെന്ന് ഈ ടോൾ പ്ലാസ തുറക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഇന്നും ഈ ബൈപ്പാസായിട്ട് ബന്ധപ്പെട്ടുണ്ട് എങ്ങനെ പോകണം, ഇതിലെ പോകണം എന്നുള്ള ഒരു ബോധവൽക്കരണം ഒന്നും ജനങ്ങൾക്കായില്ല എന്നുള്ള സംശയവും നമുക്കുണ്ട്. അതുകൊണ്ട് ടോൾ പ്ലാസ ഇപ്പം തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാലത്തിന്റെ പണിയുണ്ട്, കൂടത്തുംപാറ. ആ പാലത്തിന്റെ പണി ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പണിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ടോൾ പ്ലാസ തുറക്കുമ്പോൾ കൂടുതൽ ബ്ലോക്ക് വരുമോ എന്നുള്ളൊരു ആശങ്കയും കൂടി ജനങ്ങളുടെ അടുത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് ഈ ബൈപ്പാസ് കൂടെ പോകുന്ന സമയത്ത് എതിലെ പോകണം എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. പന്തീരാങ്കാവ് അത്താണി ഭാഗത്ത് നിലവിൽ അന്ന് പ്രപ്പോസൽ കൊടുത്തിട്ടില്ല. ഒരു അണ്ടർപാസ് വേണ്ടിയിരുന്നു, പക്ഷെ അത് പ്രപ്പോസൽ കൊടുക്കാത്തതുകൊണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മറ്റേ ഭാഗത്തൂടെ
വൺ വേ ആക്കിയിട്ട് ഇപ്പൊ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പ്രായോഗികമാണോ എന്നുള്ളതും കൂടി നമുക്ക് ഇതിൽ നോക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലെ അത്താണി ഭാഗത്ത് നിന്ന് പന്തിരാങ്കാവിൽ വരുന്ന സമയത്ത് സർവീസ് റോഡ് 2 വേ ആയിട്ടാണ് ഇപ്പൊ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ വരികയാണെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യം കൂടി ഒന്ന് നോക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഈ ഓവുചാല് പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പം മാമ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൂടുതൽ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയാണ്. ബൈപ്പാസിന്റെ സൈഡിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഭീഷണിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം പൊന്തുന്ന ഒരു പ്രദേശമാണ് ഈ നമ്മളെ പന്തിരാങ്കാവ് പ്രദേശം. അപ്പൊ അവിടെ ശരിക്കും ഈ ഡ്രെയിനേജിന്റെ പണി നല്ല രീതിയിൽ നടത്തിയിട്ടില്ലെങ്കിൽ ഈ ഡ്രെയിനേജിലേക്ക് ഇപ്പം ബൈപ്പാസിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഒഴുകിപ്പോയുള്ള ഒരു വ്യവസ്ഥയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വ്യവസ്ഥ വരുന്ന സൈഡിലുള്ള കുറച്ച് ഭാഗമോ അത് ഒന്നുകിൽ ഡ്രെയിനേജ് സംവിധാനത്തിലൂടെ മാമ്പുഴയിലേക്ക് എത്തിക്കാനുള്ള ഒരു വ്യവസ്ഥകൾ കൂടി ആ കൂട്ടത്തിൽ ചെയ്യേണ്ടതായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. സൈഡ് മണ്ണിട്ട് തോർത്തത് കൊണ്ട് നിലവിലുള്ള പ്രദേശത്തുള്ള വെള്ളം പോകാനുള്ള ഒരു മാർഗം കൂടി ഇതിൽ കാണണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി വരാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ ഹൈവേ വരുന്ന സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ പങ്കുവയ്ക്കുന്നു യൂട്യൂബർ നിഷാദ് പടിഞ്ഞാറ്റുമുറി. ഇപ്പൊ നമ്മളെ ദേശീയപാതയില് പണികൾ പൂർത്തിയാക്കിയിട്ട് ഏകദേശം മലപ്പുറം ജില്ലയും കോഴിക്കോട് ബൈപ്പാസും പിന്നെ കാസർഗോഡ് ഭാഗത്തും ഫസ്റ്റ് റീച്ചുമാണ് പണികൾ പൂർത്തീകരിക്കുന്നത്. അതിലിപ്പം ടോൾ പ്ലാസ ഇപ്പം നമ്മളെ 2 റീച്ചിൽ വന്നിട്ടുണ്ട്. ഒന്ന് മലപ്പുറം റീച്ചിൽ വെട്ടിച്ചിറയിലും അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിലെ പന്തീരങ്കാവിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് എല്ലാ സേവനങ്ങളും ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സേവനങ്ങളും ഇവർ നൽകുന്നുണ്ട്. റിക്കവറി വാന്, അതുപോലെ തന്നെ ആംബുലൻസ്, പിന്നെ അതുപോലെ തന്നെ എമർജൻസി വാഹനങ്ങൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം റൂട്ടിൽ ഇപ്പം നാഷണൽ ഹൈവേയിൽ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് ക്രാഷ് ബാരിൽ ഒരു നമ്പർ ഉണ്ടാവും. അതാണ് ഈ ചെയിനേജ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ. കാരണം ആ ചെയിനേജ് നമ്പർ പ്രകാരമാണ് ഇവർക്ക് സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടോൾ പ്ലാസയിൽ ഇരിക്കുന്ന ആൾക്കാർ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 1033 എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് വിളിച്ച് പറയേണ്ടത് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകം വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 വരിപ്പാത ഇപ്പൊ നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ 2 വരിയിലും 4 വരിയിലും സഞ്ചരിച്ചുള്ളത്. നമ്മൾ പുതിയൊരു ട്രാഫിക്കിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്യരുത്. പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. കാരണം ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യാണ്. ഒരിക്കലും പെഡസ്ട്രിയൻ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലരും നിരപ്പായ സ്ഥലങ്ങളാണ് അധികം. ഈ പറയാതെ മലപ്പുറം ജില്ലയിലെ ഏകദേശം 10-78 കിലോമീറ്ററിന്റെ അടുത്താണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. അതിൽ ഭൂരിഭാഗം ഭാഗവും ടൗണിന്റെ ഉള്ളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ജനങ്ങൾ പണ്ട് റോഡ് ക്രോസ് ചെയ്ത മാതിരിയാണ് ഇപ്പോഴും ഈ 6 വരിപ്പാത ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരിക്കലും ക്രോസ് ചെയ്ത്, കാരണം വാഹനങ്ങൾക്ക് നിങ്ങൾ ക്രോസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം അവർ 80-100 കിലോമീറ്റർ വേഗതയിലായിരിക്കും വാഹനം വന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഒരു ക്രോസിംഗ് കാരണം നിങ്ങളും അപകടത്തിൽപ്പെടും. അതുപോലെ തന്നെ വാഹനത്തിൽ വരുന്ന ആളുകളും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു അവിടെ പെഡസ്ട്രിയൻ പാസേജ് ഇല്ല എന്ന് പറയുന്നത്. ഈ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈക്ക്, ഓട്ടോറിക്ഷ ദേശീയപാതയിൽ കയറാനുള്ള അനുമതി ഇല്ല. ബോർഡുകൾ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ പാലങ്ങൾക്കൊന്നും സർവീസ് റോഡ് ഇല്ല. അതുകൊണ്ട് പാലം എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങൾ 6 വരിപ്പാതയിൽ കയറിയിട്ട് പാലം കഴിഞ്ഞിട്ട് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിൽ യാത്ര തുടരുക. അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ മലപ്പുറം ജില്ലയിലുള്ളൂ. കോഴിക്കോടാണെങ്കിൽ തന്നെ പല സ്ഥലത്തും പുതിയതായിട്ട് 2 ഭാഗത്തും പാലങ്ങൾ വരുന്നുണ്ട്. അവിടെയും സർവീസ് റോഡുകളില്ല. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിയമങ്ങൾ പാലിച്ച് യാത്ര, ഓരോ ട്രാക്കുകളും എത്ര വേഗതയിലാണ് സഞ്ചരിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇപ്പൊ എല്ലാ സ്ഥലത്തും മലപ്പുറം ജില്ലയിൽ 80 കിലോമീറ്റർ ആണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാത് സ്ഥലങ്ങളിൽ ഓരോ കിലോമീറ്റർ വേഗത എഴുതി വെച്ചിട്ടുണ്ട്. കാറ്, ലോറി, ബസ് അതേ വേഗതയിൽ വേണം സഞ്ചരിക്കാൻ. അതുപോലെ തന്നെ ഇടവിട്ടുള്ള ലൈനിൽ മാർക്കിംഗ് ഉണ്ടാവും. അവിടെ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഓവർടേക്കിംഗ് പാടുള്ളൂ. തുടർച്ചയായ ലൈനുള്ള സ്ഥലത്ത് നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മിറർ നോക്കണം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, തൊട്ട് ബാക്കിൽ ഏത് വാഹനം വരുന്നുണ്ട് നോക്കിയിട്ട് അതിന്റെ വേഗത കണക്കൂട്ടിയിട്ട് വേണം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ. പല സ്ഥലത്തും ചില സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മളെ കോഴിക്കോട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് കിലോമീറ്ററോളം പോകണം. കിലോമീറ്ററിൽ ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്ത് അവർക്ക് സർവീസ് റോഡ് കൂടെ പോയാൽ മാത്രമേ ഒരു എൻട്രി കിട്ടുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് സുരക്ഷിതമായി യാത്ര ഉറപ്പുവരുക. നിങ്ങൾ കാരണം മറ്റുള്ള ഒരാൾ പോലും അപകടത്തിൽപ്പെടാൻ സാധ്യത ഉണ്ടാകരുത്. കാരണം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കരുതണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പല കാറുകളും ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. 80 കിലോമീറ്ററിൽ ഇട്ട് പോകുന്ന ആൾക്കാർ, 100 കിലോമീറ്റർ ഇട്ട് പോകുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് റോഡിൽ കൂടി ഒരു ശ്രദ്ധ വേണം. നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു ശ്രദ്ധ നമ്മൾ കൈവിടാതെ 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റോഡിനെ കുറിച്ച് ഒരു ഫ്രണ്ട്ലി ആയി പോകാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ ദേശീയപാതകളിൽ റോബറി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. കാരണം ഓരോ 500 മീറ്ററിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും കൺട്രോൾ റൂമിൽ ആൾക്കാരുണ്ടാവും. ഷിഫ്റ്റ് പ്രകാരമാണ് അവർ കൺട്രോൾ റൂമിൽ ആളുകൾ ഉണ്ടാവുക. അപ്പം ഓരോ നിയമലംഘനവും അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അതിന് ഫൈനുകളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഓപ്പൺ ആവാൻ പോവുകയാണ് ടോൾ പ്ലാസ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ കേട്ടോ. കേരളത്തിന്റെ റോഡ് വികസന ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമുക്ക് അന്യമായിരുന്ന ഒരുപാട് ആധുനിക സൗകര്യങ്ങളും ഇതിലൂടെ കടന്നുവരികയാണ്. പണി പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തടസ്സങ്ങളില്ലാത്ത സുഗമമായ യാത്രയാണ് നമ്മെ കാത്തിരിക്കുന്നത്.
എല്ലാ കേരളീയരുടെയും പ്രതീക്ഷകൾ സഫലമാക്കി ആശങ്കകൾ പരിഹരിച്ച് എത്രയും വേഗത്തിൽ നാം ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.